ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഓണപരിപാടിയാണ് കേട്ടോ. ഒന്നിച്ചോണം. അങ്ങനെ എല്ലാവരും ഒന്നിച്ചത് കറികളൊക്കെ അരിയാണ് ഗൈസ്. അവിയലും സാമ്പാറിനും ഉപ്പേരിക്ക് അങ്ങനെ പച്ചടി കിച്ചടി ഓരൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അരിയാണ് ഗൈസ്. നമ്മളെല്ലാവരും തലേന്ന് രാത്രി എൻ്റെ കെട്ടിയവരും എൻ്റെ മോനും പോയിരുന്നു കേട്ടോ. എൻ്റെ കുട്ടി അവിടെ ഇല തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം ഇതാ പായസം തിളയ്ക്കുന്നത് കണ്ടോ ഗൈസ്. ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ മോനെക്കുറിച്ച് ഓർത്ത് മാത്രം ഞാൻ പോയതാട്ടോ. ഓന് മനസ്സിന് സന്തോഷം ഉണ്ടാവുമല്ലോ. ഓന് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടം. അവന് പണ്ടും അത് തന്നെയാണ്. ഓന് ഇങ്ങനെ പറ്റുന്നതിന് മുന്നും ഭയങ്കര യാത്ര പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഏട്ടനെ ഞാൻ കലവറയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ഫോട്ടോ എടുപ്പിച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മാവേലി വന്നു. പക്ഷെ ഞാൻ കണ്ടില്ല ഗൈസ്. ഞാൻ അപ്പുറത്തായിരുന്നു. മൂപ്പര് വേഗം പോയി. തിരക്കുള്ള ആളല്ലേ അപ്പം പെട്ടെന്ന് പോയി. ഇത് എന്ത് കളിയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ ഗൈസ്? കളി എന്താണെന്ന് എൻ്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി. ഞാൻ ചുമപ്പ എൻ്റെ കുട്ടി കേട്ടോ. ഇതൊരു പ്രത്യേകതരം കളിയാണ് ഗൈസ്. ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ കളി. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ച് കഴിഞ്ഞു. അടിപൊളി സദ്യയായിരുന്നു ഗൈസ്. സൂപ്പറായിരുന്നു കേട്ടോ. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോന് സമ്മാനം കിട്ടി. ഓന് നല്ല സന്തോഷമായി ഗൈസ്. പിന്നെ നോക്കുമ്പോൾ ഏട്ടന് ആ സമ്മാനം വാങ്ങിച്ച് നിൽക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ മോന് കിട്ടിയ സമ്മാനം കേട്ടത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.